ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ എന്താ പറയുക, മറ്റേ നമ്മൾ ചങ്ക് പീസ് ഉണ്ടല്ലോ, കുഴി, ഞാൻ കുറച്ച് കുഴിച്ചിട്ടെന്ന് പറഞ്ഞിട്ട് പോയതാണ്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഫുള്ള് കുഴിച്ചിട്ടില്ല. -59 വരെ ബെഡ് റോക്കിൻ്റെ ലെവൽ വരെ നമ്മൾ കുഴിച്ചിട്ടുണ്ട്. ഞാൻ ഒറ്റക്കല്ല, ഗെയിം മർത്തസിൻ്റെ നമുക്ക് രണ്ടാക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മളൊരു കൂട്ടുകാരനും കൂടി സഹായിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ 3 പേരും കൂടിയിട്ട് നല്ല കുഴിക്കലായിരുന്നു ഇവിടെ. ഒരാഴ്ച എടുത്തിട്ട് ഇതൊന്ന് കുഴിച്ച് ഇരിക്കാൻ. എന്താ ബെഡ് റോക്ക്, ഹൗ എത്ര നാളത്തെ കഷ്ടപ്പാട് കാണുന്നത്. പിന്നെ നിങ്ങൾക്ക് നോക്കിയറിയാം, മേലെ റൈറ്റ് സൈഡിൽ മേലെ ഇവിടെ FPS കാണിക്കുന്നുണ്ട്. ഞാനൊരു മോഡ് എടുത്ത് കയറ്റിയതാണ്. മൈൻക്രാഫ്റ്റ് കളിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ മോഡ് വേണ്ടേ, അതിന് വേണ്ടി കയറ്റിയതാണ്. പിന്നെ ഈ റെക്കോർഡ് ചെയ്യണമെങ്കിൽ തൊട്ടുമുന്നല്ല, നമ്മൾ ഈ ബേസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ ചെറിയൊരു ക്രീപ്പർ ഫാം ഉണ്ടാക്കാൻ നോക്കി. അതാണ് ഈ കാണുന്നത് കേട്ടോ, വെള്ളത്തിലായതാണ്. അപ്പോൾ നമ്മൾ ഇന്നൊരു പുതിയൊരു ക്രീപ്പർ ഫാം ഉണ്ടാക്കണം നമുക്ക്. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള റോക്കറ്റ് എന്ന് പറയുന്നത് ഞാൻ ഒരു ലേറ്റർ കയ്യിൽ നിന്ന് തോളിൽ നിന്ന് കുറച്ച് ദിവസം എന്താ പറയുക ഉറങ്ങാണ്ടി നിന്നിട്ട് ക്രീപ്പറിനെ ഒന്ന് ഉണ്ടാക്കിയതാണ് ഒരു സ്റ്റാക്ക്. അപ്പോൾ ഇത് എത്ര കഷ്ടപ്പെട്ടെന്നറിയാം. അപ്പോൾ നമുക്ക് ഇന്ന് ഇരുന്നിട്ടൊരു ക്രീപ്പർ ഫാം ഉണ്ടാക്കണം. പിന്നെ നമ്മളിപ്പോൾ ഇതിൻ്റെ പണി കഴിച്ചിട്ടുണ്ട്, അതുകൊണ്ട് നമുക്കിതിൻ്റെ ഫ്ലോറും ഒന്ന് റെഡിയാക്കണം. പിന്നെ നമുക്ക് നമ്മൾ ഡിസൈന് പറയാം. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്താ പറയുക, ഫസ്റ്റ് തുടങ്ങുമ്പോൾ ഒരു കേവ് പോലെ ഉണ്ടാക്കാനാണ്. പിന്നെ എനിക്ക് വേറെ ഡിസൈൻ കിട്ടി, പിന്നെ അങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ ആ കേവ് പോലെ ഉണ്ടാക്കാൻ നല്ല പണിയാണ്. എനിക്കൊന്നും വയ്യത്, ഇപ്പോൾ തന്നെ കുറേ കഷ്ടപ്പെട്ട്. ഇത് പിന്നെ വെച്ചാൽ ഒരു ട്രീ ഫാം ഉണ്ടാക്കാൻ നോക്കിയാണ്. അതും എന്താ പറയുക, ഒരുമാതിരി ഈ റെസ്റ്റോറൻറ്റ് പറ്റി എനിക്ക് അധികം അറിയില്ല, അതുകൊണ്ട് ഇത് കൊള്ളാറുണ്ട്. അങ്ങനെ ക്രീപ്പർ ഫാമും ഞാനും തേഴ്സിയും കൂടിയിട്ട് ഉണ്ടാക്കാൻ നോക്കിയാണ്. പക്ഷേ ഇത് ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടാക്കാൻ നോക്കിയതാണ്. എന്താണ് പറ്റിയത്, ഒന്നും വർക്കാവുന്നില്ല. അപ്പോൾ അതാണ് ഇവിടുത്തെ ഇത്. അപ്പോൾ നമുക്ക് ഞാനും ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ ഒരു ക്രീപ്പർ ഫാം ഉണ്ടാക്കാം ഫസ്റ്റ് നമുക്ക്. ഞാൻ ആ സ്ഥലത്ത് പോട്ടെ. ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ഇവിടെ ഉണ്ടാക്കാനാണ് നോക്കിയത്. സംഭവം എന്ന് വെച്ചാൽ ഞാൻ റീപ്ലേ മോഡ് കയറ്റിയതിൽ ആ റീപ്ലേ മോഡാണ് ഇങ്ങനെ ആക്കിയത് നമുക്ക് ക്രീപ്പർ ഫാമിന്. അപ്പോൾ ഇങ്ങനെ ആവാണ്ടിരിക്കാൻ നമ്മൾ വേറെ അക്കൗണ്ടിൽ നിന്ന് റീപ്ലേ നിൽക്കാനാണ് പോകുന്നത്. അപ്പോൾ ഇവിടേക്ക് ഒരു സ്ഥലമുണ്ട്, ഞാൻ കാണിച്ചു തരാം. അവിടേക്കാണ് നമ്മൾ ക്രീപ്പർ ഫാം. ഇതെന്താ, ഇതാരോടെ ക്രീപ്പർ ഫാം ഉണ്ടാക്കിയത്? നമ്മൾ ഓൾറെഡി ക്രീപ്പർ ഫാം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അയ്യോ, ഞാനൊരു എന്താ പറയുക സ്ക്രിപ്റ്റ് ഇട്ട് നോക്കിയതാ, നടന്നില്ല. ഇവിടെ ഒന്ന് ലാൻഡ് ചെയ്യാൻ അതിനും വലിയ പണി. നമ്മളേക്ക് ഇപ്പോൾ പറ്റിയ എന്താ പറയുക, ഇപ്പം നമ്മൾ ഈ ലെവലിൽ പറ്റിയൊരു ബെസ്റ്റ് SP ഫാം എന്ന് പറയുന്നത് തന്നെയാണ്. നല്ല അടിപൊളി ലൂട്ടൊക്കെ ഉണ്ട്. ഹോപ്പറിൽ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. വേണ്ട അടുത്ത് പോയിട്ട് ചാവും. അപ്പോൾ ഒരു കാര്യം ചെയ്യും, ഈ ക്രീപ്പർ ഫാം ഉണ്ടാക്കുന്ന ചെറിയൊരു ടൈം ലാപ്സ് ഉണ്ട് കേട്ടോ. ഞങ്ങൾ ടൈം ലാപ്സ് ഒക്കെ എടുത്തിട്ടുണ്ട്. ഞാൻ പിന്നെ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ ഉണ്ടാക്കി വെച്ച്. അപ്പോൾ അന്ന് കണ്ടിട്ട് ഞങ്ങൾ അപ്പോഴത്തേനും ഗെയിം നിർത്തി തരും. അപ്പോൾ എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഫ്ലോറിൻ്റെ പണി നോക്കാം. അപ്പോൾ ടൈലാൻസ് ഉണ്ടാവുമല്ലോ നമുക്ക്. ഇനി അപ്പോൾ ക്രീപ്പർ ഫാം ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം കാണിക്കാൻ പറഞ്ഞത്, കഴിഞ്ഞ എപ്പിസോഡിൽ മറ്റേ എൻ്റെ വീട്ടിൽ ഷെൽക്കർ ബോക്സ് കൊടുത്തു. നമ്മൾ എലൈറ്ററൊക്കെ ചില സമയത്ത് ഭ്രാന്ത് പിടിക്കും. എന്താ പറഞ്ഞത്, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ വിട്ട മറ്റേ ഷെൽക്കർ ബോക്സ് എടുത്തുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2-3 ഷെല്ലാട്ട കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അടുത്ത എപ്പിസോഡിൽ പോയിട്ട് അടുത്ത എപ്പിസോഡ് ആകുമ്പോഴത്തേനും ഫുള്ള് ഷെൽക്കർ ബോക്സ് ഒക്കെ എടുത്ത് ഇതാക്കാന്ന്. പിന്നെ ഈ സംഭവമൊക്കെ കണ്ട എന്താ റേറ്റ്, മറ്റേ ഇതിൻ്റെ പേരെന്തായിരുന്നല്ലോ, ടെംപ്ലേറ്റ് ടെംപ്ലേറ്റ് ആ സംഭവമില്ലേ, അതൊക്കെ എടുത്തിട്ടുണ്ട്. അതൊക്കെ സംഭവം ഞാൻ പറഞ്ഞുതരാം.
അതിൻ്റെ വീഡിയോ കുറച്ച് ക്ലിപ്സൊക്കെ എൻ്റെ അടുത്തുണ്ട് ഇതോടെ ഇല്ലേ അതിൻ്റെ സോഡ് കിട്ടി. അപ്പോൾ എന്താ പറഞ്ഞത്, ഷൽക്കർ ബോക്സ് ഒക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് ഇപ്പോൾ ഇതാ ഈ എൻട്രൻസ് ടെസ്റ്റ് തുറന്നിട്ടുണ്ടെങ്കിൽ കണ്ട ഫുള്ള് ഷൽക്കർ ബോക്സ് ആണ് കേട്ടോ. എല്ലാത്തിലും ഓരോ സാധനങ്ങളും ഉണ്ട്. ഇത് വാല്യുബിൾ പെട്ടി എല്ലാണ്ട് കൈയ്ക്ക് എടുക്കുക. എൻ്റെ റിസോഴ്സ് ബാഗൊക്കെ പോയിരിക്കണം. അപ്പോൾ ഞാൻ ഈ ചപ്പും ചവറ ഏതെങ്കിലും ഒരു പെട്ടി കയറിയാട്ടോ ആദ്യം. ഇതിൽ കുറച്ച് ബാക്കിയുണ്ട് ഷൽക്കർ ബോക്സ്, അത് ഞാൻ വേറെ വെച്ചിരിക്കുകയാണ്. അതിൽ ബ്ലാക്ക് ഷൽക്കർ ബോക്സ് ഉണ്ടോ, അത് കുറച്ച് അങ്ങനെ വെറുതെ ഇരിക്കുകയാണ്. ഇത് പിന്നെ നമുക്ക് എൻ്റെ പോയപ്പോൾ ഇത് ഷൽക്കർ ബോക്സ് എടുക്കാൻ പോയപ്പോൾ കിട്ടിയ ലൂട്ടാണ് ഇതൊക്കെ കേട്ടോ. നല്ല ഇതൊക്കെ ഉണ്ട്, ലൂട്ടിൻ 3. ഇത് ഏതോ ഒരു സോഡ് ഉണ്ടായിരുന്നല്ലോ ഇപ്പോൾ ഇതിൽ. ആ സോഡോടെ പോയി. ഈ സോഡ് ഏതൊരു സോഡ് ഉണ്ടാ ലൂട്ടിൻ 3യുടെ, അതിൻ്റെ കയ്യിലുള്ളതാണ്. എന്തായാലും ലൂട്ടിൻ 3 ഉള്ള സോഡ് അവിടെ നിന്ന് കിട്ടി പറഞ്ഞു. അപ്പോൾ അത് വെച്ചിട്ടാണ് ബാക്കി മൈൻഡ് ചെയ്തത് ഞാൻ. അപ്പോൾ അതങ്ങനെ ഈ ഇതിൽ സാധാരണ തന്നെ അത് പറഞ്ഞപ്പോഴാണ് വേറെ സംഭവം ഉണ്ടായി. ഞാൻ എന്താ പറയുക, നമ്മൾ ഇത് കുഴിച്ചുകൊണ്ടിരിക്കുമ്പോഴേ ഈ ഒരു സ്ഥലത്ത് ഒരു ലിവറൊക്കെ വിടുന്നറാ. എന്താ ഞാൻ ഇപ്പോൾ പറഞ്ഞേ, അത് നമ്മളെ ബേസിൻ്റെ അത് കുഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഫുള്ളായ എൻ്റെ ലൈറ്ററില്ലേ ബെഡ് റോക്ക് എഡിഷൻ കാരണം ബഗ് അടിച്ച് പോയിട്ടാ. ഞാൻ നല്ല ഇതിൽ കുഴിച്ച് വരുമായിരുന്നു. എന്നിട്ട് കുഴി കഴിഞ്ഞിട്ട് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് റെക്കോർഡർ ഓണാക്കി. എന്നിട്ട് പിന്നെ ഒന്ന് പറഞ്ഞതേ ഓർമ്മയുള്ളൂ, ബാക്കി ഒന്നും ആവണില്ല. അങ്ങനെ കുറേ റിസോഴ്സ് പാക്കറ്റ് ഉണ്ട്. നമ്മൾ ഈ എൻചാൻമെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കാണില്ലേ, സ്ക്രീൻ അടച്ച് കാണില്ലേ, അതൊന്ന് കളയണം. എന്തെങ്കിലും ഒരു എൻചാൻമെൻറ്റ് കണക്ക് ഉണ്ടെങ്കിൽ ആരെങ്കിലും താഴെ കമൻറ്റ് ചെയ്തിട്ട്. അത് ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ. ഇതിപ്പോൾ ഇവിടെ എടുത്തിട്ട് ഇങ്ങനെ നോക്കിയിട്ട് ഫുള്ള് ഇതാവും. ഇനി ഇവിടെ ഉള്ള എടുക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നും പറ്റില്ല. അത് നല്ല പ്രശ്നമാണ്. അപ്പോൾ എന്താ പറഞ്ഞേ, ഷൽക്കർ ബോക്സ് അതിപ്പോൾ അതാ ബ്ലാക്ക് ബാഗും എല്ലാം ഞാൻ ടൈ ആക്കി വെച്ചിട്ടാ. എല്ലാം ഞാൻ തുറന്ന് കാണിച്ചു തരാം. ഇവിടേക്ക് പുറത്തേക്ക് ഇറങ്ങാം. ഇവിടെ ക്രീപ്പറൊക്കെ പൊട്ടി അടിച്ചതാ. ഇത് നമുക്കിവിടെ പൊളിച്ച് മാറ്റണം കേട്ടോ. ഇതേ ഞാൻ ഒരു ഒഴിഞ്ഞ ഭാഗത്തേക്ക് പോവാം. ഇവിടെ മതി ഇതെവിടെ വെക്കാം. ഇതിൻ്റെ എന്താ 13-15 FPS കിട്ടണം. ഇതൊക്കെ നല്ല ലാഗും ഉണ്ട്, എന്താണാവോ. ഇത് നമ്മളെ പുതിയ ഫ്രണ്ടാണ് കേട്ടോ. ഇവനക്ക് പേര് നട്ടിട്ടില്ല. നല്ല പേര് എന്തെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ഇത് നമ്മളെ ബ്ലാക്ക് ബാഗാണ്. 4 ബ്ലാക്ക് ബാഗ് ഉണ്ടാവും കണ്ട. ഇതിൽ ഒന്നുമില്ല എന്നറിയില്ല, നോക്കട്ടെ. അതിലൊന്നുമില്ല. നമുക്ക് ഈ ഇതൊക്കെ എടുക്കാം. ഇത് നമ്മളെ ബ്ലോക്ക് പെട്ടി വൈറ്റ് എന്തോ വെക്കട്ടെ. വേണ്ട, ഇതിൽ കുറച്ച് ബ്ലോക്ക് ഉണ്ട്. ഇത് നമ്മളെ വുഡ് പെട്ടി. ഇതിന് മറ്റേ ബ്രൗൺ കളർ കിട്ടിയില്ല, അങ്ങനെ ഞാൻ കൊടുത്തായിരുന്നു. ബ്രൗൺ കളർ കിട്ടിയാൽ അത് അതിന് കൊടുക്കും. ഇതിൽ കുറച്ച് വുഡിൻ്റെ ഐറ്റംസ് ഒക്കെ ഉണ്ട്, അത് വേറെ. പിന്നെ ഇതിൽ നമ്മൾ യൂട്ടിലിറ്റി പെട്ടി, നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഈ റോസ്, സ്റ്റോൺ കട്ടർ, പിന്നെ ഈ റോക്കറ്റ്, അങ്ങനത്തെ ആവശ്യം വരുന്ന ഗ്ലാസ്സല്ല സാധനങ്ങൾ. ഇത് റെസ്റ്റോറൻറ്റ് പെട്ടി. ഇതിൽ റെസ്റ്റോറൻറ്റ് ഐറ്റംസ്. പിന്നെ ഇത് ഫുഡ് പെട്ടി. ഇതിൽ കുറച്ച് ഫുഡുണ്ട്. പിന്നെ അവസാനത്തതാണ് നമ്മളെ വാല്യുബിൾ പെട്ടി. ഇതിൽ പറഞ്ഞത് റേറ്റിംഗ് കിറ്റും ഒരു ഡിവിഡിയും ഉണ്ട്. നമ്മുടെ ട്രയലിൻ്റെ മാപ്പും ഉണ്ട്. അത് നമ്മളെ ട്രെയിനിങ് ഹാളിത്തെ വില്ലേജറിൽ നിന്ന് കിട്ടിയാണ്. ഇത് നമ്മളെ ബാക്കപ്പ് എലൈറ്ററാണ്. എലൈറ്ററുടെ കാര്യമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. ഞാൻ ബഗ്ഗടിച്ചില്ല, എലൈറ്റർ പോയിട്ടാണ്. എന്നിട്ട് ഞാൻ പിന്നെ എൻ്റെ പോയിട്ട് കറങ്ങിയിട്ട് എന്താ പറയുക, ഷൽക്കർ ബോക്സ് എടുത്ത് കഴിഞ്ഞിട്ട് വന്നത് തന്നെ. എന്നിട്ട് ബഗ്ഗടിച്ചപ്പോൾ വീണ്ടും ഞാൻ പോയി. അപ്പോൾ പോയപ്പോൾ മറ്റേ നമ്മളെ തേഴ്സിൻ്റെ എലൈറ്റർ വെച്ചിട്ടാണ് ഞാൻ പോയത്. എത്ര എലൈറ്റർ 3 എലൈറ്റർ കിട്ടി എനിക്ക്. എന്നിട്ട് അതിൽ വല്ല ഒരു എലൈറ്റർ എടുത്തിട്ട് ഞാൻ മെൻ്റൊക്കെ ചെയ്ത് എൻജോയ്മെൻ്റൊക്കെ ചെയ്തിട്ട് ഞാൻ വീണ്ടും വെച്ചിട്ട് പറക്കാൻ കേട്ടോ. ഒന്ന് ഗെയിമിൽ ബാക്ക് അടിക്കേണ്ടി നിൽക്കുന്നുണ്ട്. ബാക്ക് അടിച്ച് കയറിക്കുമ്പോൾ എലൈറ്റർ കാണാനില്ല. 3 ഒരു എലൈറ്റർ വീണ്ടും ബഗ് അടിച്ച് പോയി. പിന്നെ ബാക്കി ബാക്കപ്പുള്ള എലൈറ്റർ ഉള്ളത് ഇപ്പം എൻ്റെ കയ്യിൽ. ഇതെപ്പോഴാണ് ബഗ് അടിച്ച് പോവുക. ഇത് നമ്മളെ ഗെയിമർ ഇതിനൊന്നും മെല്ലെ മുക്കിയതാണ് കേട്ടോ. അവൻ്റെ ബാക്കപ്പ് എലൈറ്ററാണ് ഇരിക്കുന്നത്. എങ്ങനെ എൻ്റെ പെട്ടിയാണെന്ന് നിൽക്കാറില്ല, എന്നോട് വെക്കരുത്. അങ്ങനെ ഞാൻ എന്തൊക്കെ സോർട്ട് ചെയ്തെടുത്തപ്പോൾ അതുകൊണ്ട് എൻ്റെ ഇതിൽ പോകുന്നതാണ്. അപ്പോൾ അതാണ് അവിടുത്തെ കാര്യങ്ങൾ. ഇനി ഇതൊക്കെ പൊട്ടിച്ചെടുക്കുക. മറ്റേ നമ്മൾ നെതറൈറ്റ് ഇങ്കറ്റും മറ്റേ ഡിബിയിലൊക്കെ മൈൻഡ് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കുറച്ച് ക്ലിപ്സൊക്കെ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. പിന്നെ നമ്മൾ ബാസ്റ്റൺ റൈഡ് ചെയ്യാൻ പോയി, അവിടുത്തെ കുറച്ച് ക്ലിപ്സ് ഉണ്ട്, റൈഡ് ചെയ്യണം അതിൻ്റെ. ഇതൊന്ന് കൊണ്ടുവച്ചിട്ട് ഞാൻ പ്ലേ ചെയ്യാം. അങ്ങനെ അപ്പോൾ ഞാൻ ഇപ്പോൾ റെക്കോർഡ് ചെയ്യുമ്പോൾ സംസാരിക്കുമ്പോൾ ചെറിയ തപ്പിപ്പഴൊക്കെ ഉണ്ടാവും. അത് കാര്യമൊക്കെ ഉണ്ടാവും. അത് കുറേശ്ശെ മാറിക്കോളൂ. ഞാൻ നാവ് പഠിക്കാത്തതിൻ്റെ കുഴപ്പമാണ് എന്നാണ് പറയണത്. കാരണവർ നാവ് എപ്പോഴും പഠിക്കണത്. പഠിച്ചില്ലെങ്കിൽ ഇങ്ങനെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും.
വിൽക്കൽ വരും, വിൽക്കൽ. അത് നമ്മളെ കുഴപ്പമില്ല, അതുള്ളവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവും. കാരണം വെച്ചാൽ നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ പെട്ടെന്ന് എന്താ പറയുക, അങ്ങോട്ട് കൊണ്ട് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ അത് മതി, നമ്മൾ ഫ്രണ്ട്സിൻ്റെ ഇടയ്ക്ക് ഒന്ന് പറയണേ മതി നമുക്ക്. പിന്നെ ആ ജീവിതത്തിൽ അവർ മറക്കില്ല, പിന്നാലെ അവിടെ നിന്നിട്ട് ഇത് പറഞ്ഞ് ശല്യപ്പെടുത്തും. അങ്ങനത്തെ കുറേ എണ്ണം ഉണ്ട്. നിങ്ങൾക്ക് അങ്ങനത്തെ എൻ്റെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ താഴെ മെൻഷൻ ചെയ്യട്ടോ. മെൻഷൻ ചെയ്യാൻ പറ്റില്ല, ഞാൻ എന്താ പറഞ്ഞു, താഴെ കമൻറ്റ് ചെയ്യും അവരുടെ പേര്. ഞാൻ ഇൻസ്റ്റാഗ്രാമെന്നും പറഞ്ഞിട്ട് എന്ന് വെച്ചാൽ ഞാൻ ഫുൾ ഇൻസ്റ്റാഗ്രാമൊന്നുമില്ല. അപ്പോൾ നമുക്ക് എന്തായാലും കുറച്ച് ഇത് കണ്ടിട്ട് ഞങ്ങൾ സംഭവം എന്തൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഞാനാദ്യം ഒരു ഹൈ ലെവൽ 15 രൂപ പോയിട്ട് അവിടെ ഒരു ടണലുണ്ടാക്കി വെട്ടിച്ച് പൊട്ടിച്ച് എൻ്റെ ഭാഗ്യത്തിന് ഫസ്റ്റത്തെ തന്നെ ഒരു ഡിഗ്രി കിട്ടുക, രണ്ടാമത്തെ 2 ഡിഗ്രി കിട്ടി. പിന്നെ ഒരു ഫസ്റ്റത്തെ ഒരു 5 സുഖമായി കിട്ടിയിട്ട. പിന്നെ 6-മത്തെ 7-മത്തെ കിട്ടാൻ നല്ല പാടിട്ട് കുറേ ഇരുന്നിട്ടാണ് കിട്ടിയത്. നിങ്ങൾ ഈ വീഡിയോ കാണാനല്ലേ മൈൻ ചെയ്തത്, മറ്റേ കൂടുതൽ ഞാൻ മൈൻ ചെയ്ത്. അപ്പോൾ അതും കൂടി വീഡിയോ കാണിക്കാന്നുണ്ടെങ്കിൽ നല്ല ലെങ്ത് ആവും വീഡിയോ. അത് കഴിഞ്ഞിട്ട് ഞാൻ ബാസ്റ്റൺ റൈഡ് ചെയ്യാൻ പോയി. റൈഡ് ചെയ്യണത് നിങ്ങൾ തന്നെ കണ്ടിട്ട് പോവാ. ഞാനൊരു ടൈം ലാപ്സ് ഇട്ടുതരാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ക്ലിപ്സ് കണ്ടില്ലേ. അപ്പോൾ ബാസ്റ്റിന് പോയപ്പോൾ ഇതൊന്നും അല്ലായിരുന്നു, നല്ല കോമഡി ആയിരുന്നു. എല്ലാം കൂടി വീഡിയോയിൽ ഇട്ടുണ്ടെങ്കിൽ നല്ല ലെങ്ത് ആവും, അതുകൊണ്ടാണ്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ എന്താ ചെയ്യുക, ഇവിടെ ഫ്ലോർ റെഡിയാക്കാൻ ഉണ്ട്. എന്താ താഴെ പോയിട്ട് കാണിച്ചു തരാം. അയ്യോ അയ്യോ ഇവിടെ പറഞ്ഞു തരുമ്പോൾ എന്തൊരു സുഖമാണെന്നറിയോ, അത്രയും കഷ്ടപ്പെട്ടിട്ട് ഇവിടെ എത്തിക്കാൻ. ഇത് മറ്റേ വെയിനാണോ, എന്തെങ്കിലും ആവട്ടെ. അപ്പോൾ നമ്മൾ ഈ -59-58 നമ്മൾ ഫ്ലോർ വരിക. നമ്മളെ വുഡ് കൊണ്ടാണ് ഫ്ലോർ ഉണ്ടാക്കണം. അപ്പോൾ നമുക്ക് അതൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് കാണിച്ചു തരാം. അപ്പോൾ ഗെയിമർ തേഴ്സി ഇപ്പോൾ വരും. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങല്ലേ. തേഴ്സിനെ വിളിക്കട്ടെ, ഇപ്പോൾ വരും. അപ്പോൾ നമുക്ക് വെക്കാൻ തുടങ്ങാം. അതിന് ചെറിയൊരു ടൈം ലാപ്സ് കിട്ടുമോ. ഓക്കെ, അപ്പം നമ്മളിവിടെ ഫ്ലോർ മൊത്തം വെച്ച് കഴിഞ്ഞിട്ട് ഇപ്പോൾ പോയേനെ. പിന്നെ നമുക്ക് അവിടെ വരാനുള്ള ഡിസൈനും കൂടി ഞാൻ ചെറിയൊരു ഇതാക്കിയിട്ട് കേട്ടോ, കാണിച്ചു തരാം. അവിടെ പോയിട്ട് കണ്ട ഒരു ആർച്ച് മാതിരിയാണ് വരാൻ പോകുന്നത്. നമ്മൾ ഫസ്റ്റ് ഫ്ലോർ ഉണ്ട്. ഇതുപോലെ എത്ര ഫ്ലോർ ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല, ഒരു 4 ഫ്ലോർ ഉണ്ടാവേണ്ടതാണ്. അപ്പോൾ ഇതൊരു എന്താ പറയുക, ജസ്റ്റ് ഒരു വരച്ചിട്ടൊക്കെയാണ്. ഇതിൻ്റെ മേലെ നമുക്ക് കുറേ ബിൽഡ് ചെയ്യാനുണ്ട്. അപ്പോൾ അതൊക്കെ എന്തായാലും നമ്മൾ അടുത്ത എപ്പിസോഡിൽ ചെയ്യുള്ളൂ. ഈ എപ്പിസോഡിൽ ഇപ്പോൾ തന്നെ നല്ല ലെങ്ത് ആയിക്കാണ്. അപ്പോൾ ബാക്കി ഇനിയുള്ളതൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ ചെയ്യാം. നിങ്ങൾക്ക് ഇതിൽ ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താലും മതി. പിന്നെ ഇവിടെ ഉണ്ടായതൊക്കെ പൊളിച്ചാൽ മതിട്ടാ. നമുക്ക് ഓഫ് ക്യാമറയാണ്. നിങ്ങളിപ്പോൾ കണ്ട വീഡിയോ 3-4 ദിവസം 5 ദിവസമായിട്ട് എടുത്തിട്ട് ഉണ്ടാക്കിയാണ്.
അല്ലാണ്ട് ഒറ്റ ദിവസം കൊണ്ട് ഉണ്ടാക്കിയില്ല. അതാണ് അത്ര എന്താ പറയുക കുറച്ച് ഇതൊക്കെ വരുന്നത്. അടുത്ത എപ്പിസോഡിൽ നമുക്ക് താഴത്തെ ഫസ്റ്റ് നില നമുക്ക് കംപ്ലീറ്റ് ആക്കാൻ വേണം. ഒരു സ്റ്റോറേജ് പറ്റുകയാണെങ്കിൽ ഉണ്ടാക്കി വെക്കണം. പറ്റുകയാണെങ്കിൽ കാരണം എന്താണെന്ന് വെച്ചാൽ കാണിച്ചു തരാം. ഇവിടെ ഇവർക്ക് ഒരു പേര് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണേ. വേണ്ട ഇത് നോക്ക്, ഇതൊന്നും കുഴപ്പമില്ല. നമ്മളെ ബ്ലോക്ക് പെട്ടിയുണ്ടാ, ഇത് ഫുള്ള് കുറച്ച് ഇതുണ്ടായപ്പോൾ അടുത്തതാണ്. ഇത് ഫുള്ള് എല്ലാം ഫുള്ളായിക്കണ്. ഞാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് മേലൊക്കെ ഇങ്ങനെ കുറേ അട്ടിക്കിട്ട് വെച്ചിരുന്നു. അവിടെ ഫുള്ളായിട്ട് ഞാൻ കുറച്ചിതാ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതിൽ കുറച്ച് ബ്ലോക്ക് ഉണ്ട്, ഇതിലില്ല. ഇത് നിറഞ്ഞിരിക്കുകയാണ്. കണ്ടോ, ഫുള്ള് ബ്ലോക്ക് കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് നമുക്ക്. അപ്പോൾ എന്താ പറയുക, ഇവിടെ നമുക്ക് വേണ്ട ഒരു സ്റ്റോറേജാണ്, ഒരു മെഗാ സ്റ്റോറേജ്. നമ്മൾ ഈ വേൾഡ് എന്ന് പറഞ്ഞാൽ നല്ല ഗ്രൈൻഡിങ്ങുള്ള വേൾഡാണ്. ഒരാവശ്യം ഉണ്ടാവില്ല ചിലപ്പോൾ, എന്നാലും ഉണ്ടാക്കി വെക്കണം നമുക്ക്. അത്രയും വലുതായിരിക്കണം. ഒരു 10-20 ചെസ്റ്റൊക്കെ അടുക്കിക്കണ രീതിയിലേ കൊണ്ട് ഇതാക്കുക. മെഗാ സ്റ്റോറേജ്, അത്രയും മെഗാ സ്റ്റോറേജ് വേണം. ഒരാവശ്യം ഉണ്ടാവില്ല നമുക്ക്. അതൊന്നും യൂസ് ചെയ്ത് ചിലപ്പോൾ നമ്മൾ, എന്നാലും കുഴപ്പമില്ല, നമുക്ക് ഉണ്ടാക്കി വെക്കണം. അതാണ് ഈ വേൾഡ്. അപ്പോൾ ഞാൻ പറഞ്ഞു നിർത്തില്ല, ഇപ്പോൾ തന്നെ അധികം നല്ല ലെങ്ത് ആയിക്കണ വീഡിയോ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയുള്ളൂ. അപ്പോൾ നാളെ അല്ല അടുത്ത എപ്പിസോഡുമായി കാണുന്നതിരെ ടാറ്റാ ബൈ ബൈ.